റോണി കെ ബേബിക്ക് മറുപടി ഉണ്ടാകും. അതിനു മുമ്പ് ശ്രീ ഫക്രുദ്ദീൻ അലി, അദ്ദേഹം വൈകിയാണ് അദ്ദേഹത്തിന്റെ ചേരാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ പിഴവല്ല, നമ്മുടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പാർലമെന്റിൽ അംബേദ്കറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ, സമാനതകളില്ലാത്ത തർക്കങ്ങൾ, കയ്യാങ്കളികൾ, ബഹളങ്ങൾ, ഏറ്റവും ഒടുവിൽ അത് ആയുധമാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ സീൻ നമ്മൾ കണ്ടു. രാജ്യവ്യാപകമായി ആ പ്രക്ഷോഭം വ്യാപിപ്പിക്കുന്നു. അംബേദ്കർ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളോട്, അദ്ദേഹത്തിന്റെ പ്രവർത്തികളോട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട്, ഇപ്പോൾ പാർലമെന്റിൽ കിടന്ന് തമ്മിലടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നിലപാട് എന്താണെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് താങ്കൾ. ഇപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? അമിത്ഷായ്ക്ക് അബദ്ധം പറ്റിയതാണോ, അതോ അമിത്ഷാ മനഃപൂർവ്വമാണോ? കോൺഗ്രസ് ഇതിനെ യാഥാർത്ഥ്യം ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്തിന്റെ ഉദ്ദേശത്തിലാണ് എന്നുള്ളതാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കുന്നത്? ഞാൻ അമിത്ഷായുടെ ആ ഒരു പ്രസംഗം കേട്ടു. അമിത്ഷായുടെ പ്രസംഗം കേട്ട സമയത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അദ്ദേഹം അത് ഒരു ഇവരെ പരിഹസിക്കാൻ വേണ്ടി, അംബേദ്കറിനെ എത്തിക്കാട്ടാൻ വേണ്ടിയിട്ടല്ല, ഇവരെ പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. അതായത് കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു കോൺഗ്രസിനെതിരെ അദ്ദേഹത്തിന്റെ ടാർഗറ്റഡ് അറ്റാക്ക് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളിങ്ങനെ അംബേദ്കർ 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 എന്ന് പറയുന്ന സമയത്ത് ദൈവനാമം ജയിച്ചിരുന്നെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെത്താമായിരുന്നു എന്ന രീതിയിലാണ്. അതെന്ന് വെച്ചാൽ അംബേദ്കറിന്റെ പേര് വിളിച്ചാൽ നരകത്തിലെത്തുന്ന രീതിയിൽ ആണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിങ്ങനെ മോഡി 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 എന്ന് പറയുന്ന നേരത്തിന് നിങ്ങൾ ദൈവനാമം ജയിച്ച് സ്വർഗത്തിലെത്തുക എന്ന് പറയുന്ന ഒരു കൊളോക്കിയലായിട്ടുള്ള ഉപയോഗമാണ് അദ്ദേഹം നടത്തിയത്. അതിനിപ്പോ വല്ല ലഗാന്റെയൊക്കെ മനഃശാസ്ത്രപരമായിട്ടൊക്കെ വിശകലനം ചെയ്ത ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ജാതി ബോധാന്നൊക്കെ പറയാം. പക്ഷെ ഇത് നമ്മുടെ രാഷ്ട്രീയക്കാർ പലപ്പോഴും ഇത്തരം പ്രസംഗങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ള ഇതിന്റെ പുറത്തുനിന്നല്ല. അവർ ആ സമയത്ത് ടിറ്റ് ഫോർ ടാറ്റ് എന്ന രീതിയിലുള്ള ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആരായാലും. കാരണം ഇപ്പം അംബേദ്കറിനെ വെച്ച് കിടക്കുന്ന കളി മൊത്തം ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ പുറത്തുള്ള കളിയാണ്. ഞാനിതിപ്പം ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള ദളിത് വേദികളിലൊക്കെ കാലാകാലമായി അംബേദ്കറിന്റെ കാര്യം ഉയർത്തിപ്പിടിക്കുകയും അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടും മറ്റു പല പൊളിറ്റിക്സുമായിട്ട് അവർക്ക് സമരപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഇന്നും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഓരം ചേർക്കപ്പെട്ട അപൂർവമായിട്ടുള്ള ആ ഒരു അംബേദ്കറിസവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരത് വളരെ കൃത്യമായിട്ട് സണ്ണി എൻ കവിക്കാടിനൊക്കെ പോലുള്ള ആളുകളുണ്ട്. അവരത് ഞാൻ അദ്ദേഹത്തിന്റെ പല വേദികൾ വ്യത്യസ്തമായ വെച്ചു പുലർത്തിയ ആളുകളായിട്ട് പല വേദികൾ എപ്പോൾ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ആ ഒരു ആദർശം അവരുടെ ഒരു ചരിത്രബോധത്തിന്റെ, സാമൂഹ്യ ബോധത്തിന്റെ, അവരുടെ ശരീരത്തിന്റെ തന്നെ ബയോളജിക്കലായി തന്നെ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളല്ല ഞാൻ പറഞ്ഞത്. ഈ രാഷ്ട്രീയക്കാർ, അതിലിപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെ തന്നെ ഞാൻ പറഞ്ഞു എത്രത്തോളം അവരെ കൂടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അവർ ആ പൊളിറ്റിക്കൽ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിന്റെ ഭാഗമാണ് മഹാരാഷ്ട്രയിലൊക്കെ. അപ്പം അങ്ങനെയുള്ള ആ രീതിയിൽ അംബേദ്കറിനെ ഉപയോഗിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ രീതിയിലുള്ള ഒരു മറുപടി കൊടുത്തതാണ്. ഇതിപ്പോ അദ്ദേഹം മാത്രമല്ല, ഇനിയിപ്പോ ഞാൻ ചോദിക്കും, ഇതിനെ പുറത്ത് ഈ പറയുന്ന BJP മൊത്തം ആന്റി അംബേദ്കർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. കാരണം ഈ ഇത്രയും കാലം ഇവിടെ ഭരിച്ച കോൺഗ്രസ് ആയിരുന്നില്ല. അംബേദ്കറിനെ അങ്ങനെയാണെങ്കിൽ പല മത്സരങ്ങളിൽ തോൽപ്പിച്ച കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് അംബേദ്കറെ സഹായിച്ചിട്ടുണ്ട്. കാരണം രാജ്യസഭയിൽ എത്തുന്നതിൽ അന്ന് കോൺഗ്രസ് നോന്ന് വിചാരിച്ചാൽ നടക്കില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, മന്ത്രിസഭയിൽ എത്തുന്നതിന് പിന്നെ ഗാന്ധിയാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ഗാന്ധിയുടെ ഏറ്റവും വലിയ ക്രിട്ടിക്കായിരുന്നു ഇദ്ദേഹം, അറിയാമല്ലോ. അപ്പം എന്നിട്ട് ഒരു ഗാന്ധിയാണ് അദ്ദേഹത്തിന് മന്ത്രിസഭയിലേക്ക് കൊണ്ട് പ്രത്യേക പങ്ക് വഹിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പുറത്തുള്ള ഒരു ഫൈറ്റും നാടകമൊക്കെ അല്ല. അതിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ചും തോന്നുന്നു, അന്തസാര ശൂന്യമായിട്ടുള്ള ചർച്ചകളും പിന്നെ വെല്ലുവിളികളും വിമർശനങ്ങളും അല്ലാതെ ഇത് ഒരു സീരിയസ് ആയിട്ട് ചർച്ചയുടെ ഭാഗമായിട്ടേ എനിക്ക് തോന്നിയിട്ടില്ല.